കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം അവൻ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. നമുക്കേവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ് ഞാൻ ഇന്നിവിടെ വായിച്ച് കേൾപ്പിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 28 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങളിലും, അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായം 12 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളിലും നമുക്ക് ഇതേ ഭാഗം കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മത്തായി പറയുന്നത് പോലെ അല്ല, അല്പം വ്യത്യാസപ്പെട്ടാണ് മർക്കോസും ലൂക്കോസും സംസാരിക്കുന്നത്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു നമുക്കറിയാവുന്ന പോലെ വളരെ നീണ്ടതായ ഒരു കാൽനട യാത്രയ്ക്ക് ശേഷം യേശു യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ഫാഗ എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ 2 ശിഷ്യന്മാരെ അയക്കുകയാണ്. അതാരൊക്കെയാണെന്ന് ഇവിടെ നമുക്ക് എവിഡൻ്റ് അല്ല. പക്ഷേ എങ്കിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലിക ഗണത്തിൽപ്പെട്ട 2 ശിഷ്യന്മാരെ ആയിരിക്കാം യേശു അയച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരോട് പറയുന്നു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. നോക്കുക, കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട്. എന്തിനെ കൊണ്ട്? ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും ആവശ്യമുണ്ട് യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ. നമ്മളിതിൻ്റെ 4 ഭാഗം വായിക്കുമ്പോൾ പ്രവാചകൻ മുഖാന്തരം മുമ്പുകൂട്ടി പറഞ്ഞതായ ഒരു പ്രവചനമുണ്ട്. സിയോൻ പുത്രിയോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. എന്നിട്ട് 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിറവേറണം എന്നുള്ള കാര്യത്തിൽ ദൈവം വളരെ കണിശത പുലർത്തുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ കാര്യത്തിലും നമുക്കറിയാം. യേശുവിൻ്റെ മാതാപിതാക്കളായിരുന്ന ജോസഫും മറിയയും അവർ നസ്രയത്തിലായിരുന്നു. പക്ഷേ പ്രവാചക പുസ്തകത്തിൽ പറയുന്നത് യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്നാണ്. 9-ാം മാസം വരെയും അവർ നസ്രയത്തിലായിരുന്നു. എന്നാൽ ആ മാസം അന്നത്തെ ചക്രവർത്തിയുടെ ഹൃദയത്തിൽ ഒരാജ്ഞ പുറപ്പെടുവിക്കുവാൻ ദൈവം പ്രേരണ കൊടുത്തിട്ട് സെൻസസ് എടുക്കുവാൻ ഓരോരുത്തരും അവരവരുടെ പട്ടണങ്ങളിൽ ചെല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് നസ്രയത്തിൽ നിന്നും ജോസഫും മറിയയും ബേത്ലഹേമിൽ വന്നു. കാരണം ദൈവവചനത്തിൻ്റെ നിവൃത്തി അതിൽ ദൈവം വളരെ കണിശത പുലർത്തുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്ന ആ വചനം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിറവേറുവാൻ ദൈവം വളരെ കണിശതയുള്ളവനാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ആയതിനു വേണ്ടി തന്നെയാണ് മനഃപൂർവ്വമായിട്ട് ഈ പ്രവചന നിവൃത്തിക്കായി കഴുതയുടെ പുറത്ത് കയറി വരാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും എന്ന് പറയുന്നുണ്ട്. ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കല്പം ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിലും മർക്കോസും ലൂക്കോസും പറയുന്നത് ആ കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു കയറിയിരുന്നതെന്ന്. അവിടെ തന്നെ പറയുന്നുണ്ട്, ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ മേൽ, ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത. അങ്ങനെയാണെങ്കിൽ ഈ കഴുതക്കുട്ടിക്ക് ഒരു വിഭ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യമായി ഒരാൾ തൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആകണം അതിൻ്റെ മാതാവായ കഴുതയെ കൂടെ യേശു കൂട്ടുകയാണ്. ഈ വളരെ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഈ കഴുതക്കുട്ടിക്ക് വിഭ്രമം ഉണ്ടാവുകയില്ലല്ലോ. എന്ന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു ഈ കഴുതക്കുട്ടിയുടെ പുറത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കഴുതക്കുട്ടി ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുമെന്നുള്ളതിലും സംശയമില്ല. മാനുഷികമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്രകാരം ചിന്തിക്കും, അയ്യോ, ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് ആരും കയറിയിട്ടില്ലാത്തതുകൊണ്ട് അത് വിഭ്രമം കാണിച്ചാൽ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാകും. ഇല്ല, കർത്താവ് യേശുക്രിസ്തു അതല്ല അവിടെ ചെയ്യാൻ പോകുന്നത്. മറിച്ച് അവൻ്റെ പരമാധികാരത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. കാരണം ഇത് പ്രവചന നിവൃത്തിയാണ്. മറ്റൊന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, യേശു ഇവിടെ പറയുന്നു, നിങ്ങളോട് ആരാനും വലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ദൈവത്തിന് ആവശ്യമോ?
സൃഷ്ടാവായ ദൈവത്തിന് ആവശ്യമോ? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യത്വത്തിൽ അവൻ ആവശ്യമുള്ളവനാണ്. ആഹാരം അവൻ ആവശ്യമായി വന്നു, വെള്ളം അവൻ ആവശ്യമായി വന്നു, ജീവിതത്തിൽ ഉള്ള ഓരോരോ കാര്യങ്ങളും യേശുവിന് ആവശ്യമായി വന്നു. അപ്പോൾ ഈ ആവശ്യത്തെ യേശുവിടെ പറയുക. പക്ഷേ ആ ആവശ്യം പറയുമ്പോഴും അതിനെ തടയുവാൻ ആളുകൾ ഉണ്ടാകാം. പക്ഷേ യേശുവിടെ പറയുകയാണ്, ആരെങ്കിലും തടയുവാൻ ശ്രമിച്ചാൽ, വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ വചനത്തിന് അധികാരമുണ്ട് ഇതിനെ അഴിച്ചെടുക്കുവാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് വിഷയങ്ങളാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരത്തിന് മുമ്പിൽ അവയെല്ലാം സ്വതന്ത്രമായി തീരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് യേശുക്രിസ്തു തൻ്റെ വചനത്തെ നിവർത്തിക്കുവാൻ അവൻ കണിശതയുള്ളവനാണ്. 2, അവന് നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരമുള്ളവനാണ്. ഈ വേദഭാഗത്തിൽ നിന്നും ഈ 2 ആശയങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാൻ കഴിയുന്നത്. അതേ, നമ്മുടെ ജീവിതത്തിൽ അവൻ അധികാരിയാണ്, അതേപോലെ തന്നെ അവൻ്റെ വചനം നിവർത്തിക്കുവാൻ അവൻ കണിശതയുള്ളവനാണ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനഭാഗം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയപ്പെടട്ടെ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ അധികാരത്തിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നത് കാണുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.